ഹായ്, ദിസ് ഇസ് ജസ്ന. ഒരു സെറ്റ് ഓഫ് ക്രൂ ഒരു ഫ്ലൈറ്റിന് പോകുമ്പോൾ അവരുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, ബോഡി ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്. ഓരോ ഫ്ലൈറ്റിന് പോകുമ്പോഴും ആ സെറ്റ് ഓഫ് ക്രൂ ഫ്ലൈറ്റിന് മുന്നേ ഒരു ബ്രീഫിംഗ് എടുക്കും. അതിലാണ് ഓരോ ക്രൂവിനും ഓരോ വർക്ക് പൊസിഷൻസ് അലോട്ട് ചെയ്യുക. L1, L2, R1, R2 ഓരോ പൊസിഷനും ഓരോ ഡ്യൂട്ടീസാണ് അലോട്ട് ചെയ്തിരിക്കുന്നത്. അവർക്ക് ഓരോ ഏരിയയും സ്പെസിഫൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഫ്ലൈറ്റ് എയർക്രാഫ്റ്റ് ബോർഡ് ചെയ്തതിന് ശേഷം ഫസ്റ്റ് തിങ് ദേ ഡു ഇസ് ദേ ചെക്ക് ഓൾ ദി സേഫ്റ്റി ഇമർജൻസി എക്വിപ്മെന്റ്സ്. അതിൻ്റെ കറക്റ്റ് നമ്പർ ആണോ, സർവീസബിൾ ആണോ, പിന്നെ അതുപോലെ അതിന് എക്സ്പയറി ആയിട്ടുണ്ടോ, ഇതെല്ലാം ചെക്ക് ചെയ്തിട്ട് ദേ റിപ്പോർട്ട് ദിസ് ടു ദി സീനിയർ ക്രൂ വിൽ റിപ്പോർട്ട് ദ സെയിം ടു ദി ക്യാപ്റ്റൻ. അതിനുശേഷം മാത്രമാണ് ബോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യുക. കാരണം ഓരോ ഫ്ലൈറ്റ് ടേക്ക് ഓഫിന് മുന്നേ ഒരു മിനിമം എക്വിപ്മെന്റ് ലിസ്റ്റ് ഉണ്ട്, അത് ഉണ്ടായിരിക്കണം. ആൻഡ് ദാറ്റ് ഷുഡ് ബി സർവീസബിൾ ടു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ചെക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ലാൻഡിങ്ങിന് ശേഷവും നമ്മൾ ഈ ഒരു ഇപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ഇമർജൻസി എക്വിപ്മെന്റ് യൂസ് ചെയ്തിട്ട് വന്നിട്ടുണ്ടെങ്കിൽ, ലൈക്ക് ഫോർ എ മെഡിക്കൽ ഇമർജൻസി ഇഫ് യു വോണ്ടഡ് ടു യൂസ് എൻ ഓക്സിജൻ ബോട്ടിൽ, അപ്പോൾ അത് നമ്മൾ ലാൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ അവിടുത്തെ എഞ്ചിനീയറിനെയും ഗ്രൗണ്ട് സ്റ്റാഫിനെയും ഏതെങ്കിലും നെക്സ്റ്റ് സെറ്റ് ഓഫ് ക്രൂ എയർക്രാഫ്റ്റിൽ കയറുന്നുണ്ടെങ്കിൽ അവരെയും അറിയിച്ചിട്ട് വേണം യു ലീവ് ദി എയർക്രാഫ്റ്റ്. ഓക്കെ, താങ്ക് യു.